കീമിന്റെ അടുത്ത അപ്ഡേഷൻ എത്തിയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് അലോട്ട്മെന്റിലോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണം. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പല കുട്ടികൾക്കും ഹയർ ഓപ്ഷനിലോട്ട് പോകണ്ട എന്നുള്ള കുറെ കുട്ടികളുണ്ട്. ഇപ്പോൾ നിലവിൽ കിട്ടിയ കോളേജ് തന്നെ മതി, മണ്ടയ്ക്കോട്ടുള്ള കോളേജ് ഒന്നും എനിക്ക് വേണ്ട. അതേപോലെ ഇനി പുതിയ കോളേജുകൾ നമുക്കിനി ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ, എല്ലാം നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് പറ്റും. നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. അതേ ക്ലിക്ക് ചെയ്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പോകേണ്ടത്. ഇനി ഇത് ആർക്കൊക്കെയാണ് പോകേണ്ടതും പോകേണ്ടാത്തതും എന്ന് കൃത്യമായിട്ടൊന്ന് കേട്ടേക്കണം. ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് മതി എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമേ ചെയ്യണ്ട. ഇപ്പം കൺഫേം എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയേ വേണ്ട. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്യുകയേ വേണ്ട എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കോളും. ഇനി അതല്ല, നമുക്കൊന്ന് അടുത്ത ഓപ്ഷൻ, ഹയർ ഓപ്ഷൻ നമ്മളിപ്പോ കൊടുത്തേപ്പോൾ കിട്ടിയേക്കുന്ന 5ാമത്തെ കോളേജായിരുന്നു. അതിന് മണ്ടയ്ക്കോട്ട് ഇനി 4 എണ്ണം ഉണ്ട്. എനിക്ക് ആ 4 എണ്ണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കോളേജിലോട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺഫേം ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുകയും വേണം. ഓക്കെ, അപ്പോൾ ആ 4 കോളേജസുകളിൽ നിങ്ങൾക്ക് വേണമെന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിനുള്ളിൽ ഒന്ന് മാറ്റം ഒന്ന് വരുത്തണമെങ്കിൽ അത് വരുത്താം. പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ആഡ് ചെയ്യണമെങ്കിൽ പുതിയ കോളേജ് മണ്ടയ്ക്കോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൺഫേം ചെയ്ത് നിങ്ങൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചേക്കണം. അടുത്ത ഓപ്ഷനിലോട്ട് ഇപ്പൊ നിങ്ങളെ പരിഗണിച്ചോളൂ. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമേ ചെയ്യണ്ട. ഇനി അറിയപ്പെടാതെ നിങ്ങളങ്ങ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മതി, പക്ഷെ അറിയപ്പെടാതെ അങ്ങ് ലോഗിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അങ്ങനെ കൺഫേം ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മണ്ടയ്ക്കോട്ടുള്ള കോളേജുകൾ ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മാത്രം നിലനിർത്തിക്കൊണ്ട് ഹയർ ഓപ്ഷൻസുകളെല്ലാം ഡിലീറ്റ് ചെയ്തേക്കണം. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ കൺഫേം എന്ന് പറയുന്നതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലുള്ള കോളേജിലെ ഹയർ ഓപ്ഷൻ കിടക്കുന്ന കോളേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്നുള്ളൂ, അറിയപ്പെടാതെ പോയി. ഇപ്പൊ കിട്ടിയ നിലവിലുള്ള കോളേജ് മതി, മണ്ടയ്ക്കോട്ടുള്ള കോളേജസ് ഒന്നും വേണ്ട. പക്ഷെ ഞാൻ അറിയപ്പെടാതെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്കും ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസിന്റെ ഹയർ ഓപ്ഷൻസിൽ കിടക്കുന്ന കോളേജിനെ എല്ലാം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതിയാണ്, മറ്റന്നാൾ വ്യാഴാഴ്ച വൈകിട്ട് രാത്രിയുണ്ട് കേട്ടോ, 12 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ ചെയ്ത് തീർത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത പടിപടിയായിട്ട് വരും. പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ ഒന്നീ കോളേജിൽ നിന്ന് വേണേൽ അതിന്റെ ഫോം കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്യുക. സെക്കൻഡ് ആയിട്ടുള്ളതാണ്, 2 എണ്ണം ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള ഏതാണ് പ്രൈമറി ഹെൽത്ത് സെന്ററോ ഇല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അടുത്ത്, അവിടെ പോയി നിങ്ങൾക്കത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഏത് ഡോക്ടറാണ് അതിന്റെ പേരൊക്കെ എഴുതി അവരുടെ എല്ലാ കാര്യങ്ങളും സീലും ഒക്കെ ചെയ്ത് അതുകൂടെ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കണം. നിങ്ങൾക്ക് കോളേജിൽ അത് സമർപ്പിക്കേണ്ടതാണ്, സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൂടെ ഇതിനിടയ്ക്ക് ഒന്ന് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത് നമ്മുടെ ഇതിൽ വരും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.